Namaste children, all of you welcome to your history class. We are going to study about a new chapter, the Mughal Empire. The Mughal Empire. Do you know Mughals? The Mughals were the great rulers. They created a huge empire. From the second half of the 16th century, they expanded their kingdom from Agra to Delhi. Then in the 17th century, they controlled nearly over all the subcontinent. Then the Mughals were the great rulers. Mughals ഭരണാധികാരികളെല്ലാം വളരെ അറിയപ്പെടുന്ന പ്രശസ്തരായിരുന്നു. They created a huge empire. അവരുടെ മുഗൾ സാമ്രാജ്യം വളരെ വിശാലമായിരുന്നു. From the second half of the 16th century, ഏകദേശം 16ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിൽ their kingdom from Agra and Delhi, അവരുടെ രാജ്യം വിസ്തരിച്ച് ആഗ്രയിൽ നിന്നും ഡൽഹിയിലേക്കും until in the 17th century, ഏകദേശം ഒരു 17ാം നൂറ്റാണ്ട് എത്തിയപ്പോൾ they controlled nearly over all the subcontinent. അവർ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ ഏകദേശ ഭാഗങ്ങളും അവരുടെ കൺട്രോളിലായി, അവരുടെ നിയന്ത്രണത്തിലായി. അപ്പോൾ ആരാണ് മുഗൾ? ദ മുഗൾസ് വെയർ ദ ഗ്രേറ്റ് റൂളേഴ്സ്. ദ മുഗൾസ് വെയർ ദ ഗ്രേറ്റ് റൂളേഴ്സ്. They created huge empire. From the second half of the 16th century, they expanded their kingdom from Agra and Delhi. Until in the 17th century, they controlled nearly over all the subcontinent. Okay. Then previous chapter, the Delhi Sultanate, we study about in the year 1206 to 1526. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1206 1206 മുതൽ 1526 വരെയായിരുന്നു ഡൽഹി സുൽത്താൻമാരുടെ കാലഘട്ടം. ഡൽഹി സുൽത്താൻസിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1206 to 1526, 1206 മുതൽ 1526 വരെയായിരുന്നു. Then in 1526 ബാബർ the Mughal emperor ബാബർ captured ഡൽഹി ബാബർ കൈയടക്കുകയും ഡിഫീറ്റിംഗ് ഇബ്രാഹിം ലോധി ദ ലാസ്റ്റ് സുൽത്താൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റിലെ ലാസ്റ്റ് സുൽത്താനായ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ദ ഫൗണ്ടേഷൻ ഓഫ് മുഗൾ എംപയറിനെ അടിത്തറയിട്ടു. അപ്പോൾ 1526 ബാബർ ക്യാപ്ചർഡ് ഡൽഹി ബൈ ഡിഫീറ്റിംഗ് ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ആൻഡ് ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് മുഗൾ എംപയർ. അങ്ങനെ മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു. ഇബ്രാഹിം ലോധി വാസ് ദ ലാസ്റ്റ് സുൽത്താൻ ഓഫ് Delhi Sultanate. Then, who were the Mughals? The Mughals were descendants of two great lineages of rulers. Mughals എന്ന് പറയുന്നത് അവരുടെ പാരമ്പര്യം വളരെ മഹത്തായ രണ്ട് രാജവംശങ്ങളുടേതായിരുന്നു. അവരുടെ ഡിസെൻഡൻസ് എന്ന് പറയുമ്പോൾ അവരുടെ പാരമ്പര്യം. The Mughals were descendants of two great lineages of rulers. ഫ്രം ദർ മദേഴ്സ് സൈഡ്, അമ്മയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് മദേഴ്സ് സൈഡ്, ദേ വെർ ഡിസെൻഡൻസ് ഓഫ് ജംഗിഷ് ഖാൻ ആയിരുന്നു അവരുടെ മദേഴ്സ് സൈഡ്. ജംഗിഷ് ഖാൻ അമ്മയുടെ ജംഗിഷ് ഖാൻ എന്ന് പറയുന്ന അമ്മയുടെ പാരമ്പര്യമായിരുന്നു ജംഗിഷ് ഖാൻ്റെ. ഫ്രം ദെയർ മദേഴ്സ് സൈഡ് they were descendants of ജംഗിഷ് ഖാൻ്റെ പാരമ്പര്യമായിരുന്നു. ആരായിരുന്നു ജംഗിഷ് ഖാൻ? ദ റൂളർ ഓഫ് ദ മംഗോൾ ട്രൈബ്സ്. അപ്പോൾ മംഗോൾസ് ട്രൈബ്സ് ആണ് ജംഗിഷ് ഖാൻ. ഒരു മംഗോൾ ട്രൈബ്സ് ആയിരുന്നു. മംഗോൾ പാരമ്പര്യമാണ് ജംഗിഷ് ഖാൻ ഉള്ളത്.
ജംഗീഷ് ഖാൻ വളരെ ക്രൂരനായ നമ്മൾ ചരിത്രത്തിൽ ജംഗീഷ് ഖാനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത് വളരെ ക്രൂരനായ ഒരു ഭരണാധികാരിയായിട്ടാണ്. അപ്പോൾ ജംഗീഷ് ഖാൻ ദ റൂളർ ഓഫ് മംഗോൾ ട്രൈബ്സ്, അതെവിടെയാണ്? ചൈന ആൻഡ് സെൻട്രൽ ഏഷ്യ. അവരുടെ കേന്ദ്രം എന്ന് പറയുന്നത് ചൈന ആൻഡ് സെൻട്രൽ ഏഷ്യ. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ the Mughals were descendants of two great lineages of rulers. Then from their mother's side they were descendants of Genghis Khan, ruler of Mongol tribes, China and Central Asia. From their father's side, അച്ഛൻ്റെ ഭാഗമെന്ന് പറയുന്നത്, പാരമ്പര്യം എന്ന് പറയുന്നത് ഫാദേഴ്സ് സൈഡ്, they were the successors of തൈമൂർ. തൈമൂർ ആയിരുന്നു, തൈമൂറിൻ്റെ പിന്തുടർച്ച ആയിരുന്നു ഫാദേഴ്സ് സൈഡ്. അപ്പോൾ ദ സക്സസ് ഓഫ് തൈമൂർ, ദ റൂളർ ഓഫ് ഇറാൻ, ഇറാഖ് ആൻഡ് മോഡേൺ ഡേ ടർക്കി. അവർ എവിടുത്തെ രാജാവായിരുന്നു? ഇറാൻ്റെ ഇറാഖിലെയും രാജാവായ തൈമൂറിൻ്റെ പാരമ്പര്യമാണ് അവരുടെ ഫാദേഴ്സ് സൈഡിനുണ്ടായിരുന്നത്. ഫ്രം ദെയർ ഫാദേഴ്സ് സൈഡ് ദേ വെയർ ദ സക്സസേഴ്സ് ഓഫ് തൈമൂർ, ദ റൂളർ ഓഫ് ഇറാൻ, ഇറാഖ് ആൻഡ് മോഡേൺ ഡേ ടർക്കി. Okay, then however the Mughals were proud of their Timurid ancestry. തൈമൂറിൻ്റെ ആൻസിസ്ട്രിയാണ് എപ്പോഴും ഫാദേഴ്സ് സൈഡ് എന്ന് പറയുമ്പോൾ തൈമൂർ ഫാദേഴ്സ്. ഫാദേഴ്സ് സൈഡ് എന്ന് പറയുമ്പോൾ തൈമൂറാണ്. എപ്പോഴും എങ്ങനെയായിരുന്നല്ലോ, എപ്പോഴും മുഗൾസ് ഇഷ്ടപ്പെട്ടിരുന്നത് ഏതായിരുന്നു? ഫാദേഴ്സ് സൈഡാണ്. അവരെപ്പോഴും അതിൽ ഫാദേഴ്സ് സൈഡ് തൈമൂറിൻ്റെ ആ ഒരു ആൻസിസ്ട്രിയിൽ പാരമ്പര്യത്തിൽ അവർ പ്രൗഡായിരുന്നു. ഓക്കെ, ഹൗവർ ദ മുഗൾസ് വെയർ പ്രൗഡ് ഓഫ് ദിയർ തിമുരിഡ് ആൻസിസ്ട്രി. അപ്പം തൈമൂറിൻ്റെ ആ ഒരു പാരമ്പര്യത്തെ തിമുരിഡ് ആൻസിസ്ട്രി അവർ വളരെയധികം പ്രൗഡായിരുന്നു. The Mughals were descendants of two great lineages of rulers. From their mother's side, they were descendants of who? Genghis Khan, ruler of Mongol tribes, China and Central Asia. Okay. From their father's side, they were the successors of Taimur, the ruler of Iran, Iraq and modern day Turkey. Okay. However, the Mughals were proud of their Timurid ancestry. അപ്പോൾ എന്തായിരുന്നാലും അവരവരുടെ അച്ഛൻ്റെ ആ ഒരു പാരമ്പര്യത്തിൽ അവർ പ്രൗഡായിരുന്നു. ദ പീരിയഡ് ഓഫ് മുഗൾസ് എന്ന് പറയുമ്പോൾ 1526 to 1526 മുതൽ ഏകദേശം 1707 വരെയായിരുന്നു മുഗൾസിൻ്റെ പീരിയഡ്. ദ പീരിയഡ് ഓഫ് മുഗൾസ്. മുഗൾസിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത് 1526 to 1707. 1526 to 1707 ഇതായിരുന്നു മുഗൾസിൻ്റെ കാലഘട്ടം. ബാബർ ദ ഫസ്റ്റ് മുഗൾ എംപറർ. അപ്പോൾ എന്താണ്? ഫസ്റ്റ് മുഗൾ എംപറർ ആയിരുന്നു ബാബർ ദ ഫസ്റ്റ് മുഗൾ എംപറർ. ബാബർ ആയിരുന്നു ദ ഫസ്റ്റ് മുഗൾ എംപറർ. Babur was the first Mughal emperor. He became the ruler of Delhi by defeating Ibrahim Lodi in the Battle of Panipat in 1526. ആദ്യം പറഞ്ഞിരുന്നു 1526 ലാസ്റ്റ് സുൽത്താന ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ബാബർ എന്താണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചു. ഡൽഹിയിൽ എന്താണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചു. ബാബർ വാസ് ദ ഫസ്റ്റ് Mughal emperor. Who was the first Mughal emperor? Babur. Babur was the first Mughal emperor. Who was the first Mughal emperor? Babur was the first Mughal emperor. He became the ruler of Delhi by defeating Ibrahim Lodi in the Battle of Panipat in 1526. 1526 പാനിപ്പട്ടിൽ വച്ച് എന്താണ്
ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു. ഹി ആൾസോ എസ്റ്റാബ്ലിഷ്ഡ് കൺട്രോൾ ഓവർ ആഗ്ര. അദ്ദേഹം തുടർന്ന് ആഗ്രയുടെ നിയന്ത്രണം ആഗ്ര അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാക്കി. ഹി ആൾസോ എസ്റ്റാബ്ലിഷ്ഡ് കൺട്രോൾ ഓവർ ആഗ്ര. ആഫ്റ്റർ ഹിസ് ഡെത്ത് ഇൻ 1530 ഹിസ് സൺ ഹുമയൂൺ ബിക്കെയിം ദ സെക്കൻഡ് മുഗൾ എംപറർ. അദ്ദേഹത്തിൻ്റെ ആഫ്റ്റർ ഹിസ് ഡെത്ത് ഇൻ 1530 ഹിസ് സൺ ഹുമയൂൺ, അദ്ദേഹത്തിൻ്റെ പുത്രനായ ഹുമയൂൺ, ബാബറിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനായ ഹുമയൂൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെത്ത് എന്നായിരുന്നു? ഡെത്ത് 1530, 1530. ഹിസ് സൺ ഹുമയൂൺ. അദ്ദേഹത്തിൻ്റെ പുത്രനായ ഹുമയൂൺ അടുത്ത ഭരണാധികാരിയായി നിലവിൽ വന്നു. ബാബർ വാസ് ദ ഫസ്റ്റ് മുഗൾ എംപറർ. He became the ruler of Delhi by defeating Ibrahim Lodi in the Battle of Panipat in 1526. He also established control over Agra. Agra അദ്ദേഹത്തെ നിയന്ത്രണത്തിലാക്കി. After his death, 1530, his son Humayun became the second Mughal emperor. രണ്ടാമത്തെ മുഗൾ എംപറായി ആരായി? ഹുമയൂൺ, സെക്കൻഡ് മുഗൾ എംപറർ. Then a short period എന്താണ് ഷെർഖാൻ എന്ത് ചെയ്തു? അതിനിടയ്ക്ക് പെട്ടെന്നൊരു അങ്ങനെ ഹുമയൂൺ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താണ് ഇൻ 1539 1539 1539 ആരാണ്? ഷെർഖാൻ ഡൽഹിയിലേക്ക് കടന്നു വന്നു. ഷെർഖാൻ ഡിഫീറ്റഡ് ഹുമയൂൺ അറ്റ് ചൗസ ഇൻ 1539 ആൻഡ് കനൗജ് ഇൻ 1540. 1539 1540 രണ്ട് തവണ ഷെർഖാൻ ഹുമയൂണിനെ പരാജയപ്പെടുത്തി. അപ്പോൾ എന്താണ് അതിൻ്റെ ഫോഴ്സിങ് ഹിം ടു ഫ്ലീ ടു ഇറാൻ. അപ്പോൾ ഹുമയൂൺ എന്തായാലും അവിടെ നിന്ന് ഒളിച്ചോടേണ്ടതായ ഒരവസ്ഥ ഹുമയൂണിന് വന്നുപെട്ടു. 1539 1540 ഷെർഖാൻ ഡൽഹി ആക്രമിച്ച് ഹുമയൂണിനെ പരാജയപ്പെടുത്തിയപ്പോൾ ഹുമയൂണിന് എന്താണ് ഇറാനിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. ഷെർഖാൻ ഡിഫീറ്റഡ് ഹുമയൂൺ അറ്റ് ചൗസ ഇൻ 1539 ആൻഡ് കനൗജ് ഇൻ 1514, ഫോഴ്സിങ് ഹിം ടു ഫ്ലീ ടു ഇറാൻ. അപ്പോൾ എന്താണ് ഇറാനിലേക്ക് ഒളിച്ചോടാൻ അദ്ദേഹത്തിന് നിർബന്ധിതനാകേണ്ടി വന്നു. പക്ഷേ അതോടെ ഹുമയൂൺ തളർന്നോ? ഇല്ല. ബട്ട് ഹുമയൂൺ റീക്യാപ്ചേർഡ് ഡൽഹി ഇൻ 1555 വിത്ത് ദ ഹെൽപ്പ് ഓഫ് സഫാവിദ് ഷായുടെ ഹെൽപ്പോടെ വീണ്ടും എന്ത് ചെയ്തു? ഹുമയൂൺ ഡൽഹി റീക്യാപ്ചർ ചെയ്തു ഇൻ 1555 1555. ഇൻ 1555 ഹുമയൂൺ റീക്യാപ്ചേർഡ് ഡൽഹി. ഹുമയൂൺ റീക്യാപ്ചേർഡ് ഡൽഹി. ഹുമയൂൺ എന്ത് ചെയ്തു? ഡൽഹി റീക്യാപ്ചർ ചെയ്തു. ബട്ട് ഹുമയൂൺ റീക്യാപ്ചർ ഡൽഹി ഇൻ 1555 വിത്ത് ദ ഹെൽപ്പ് ഓഫ് സഫാവിദ് ഷായുടെ സഹായത്തോടെ ഹുമയൂൺ ഡൽഹി തിരിച്ചു പിടിച്ചു. പക്ഷേ ഡയഡ് സൂൺ ആഫ്റ്റർ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഹുമയൂൺ മരിച്ചു. ബട്ട് ഡയഡ് സൂൺ ആഫ്റ്റർവേർഡ്സ്. കുറച്ച് ദിവസത്തിന് ശേഷം എന്ത് ചെയ്ത്? ഹുമയൂണിന് മരണം സംഭവിക്കുകയും ചെയ്തു. ബാബർ വാസ് ദ ഫസ്റ്റ് മുഗൾ എംപറർ. He became the ruler of Delhi by defeating Ibrahim Lodi in the Battle of Panipat in 1526. He also established control over Agra. After his death in 1530. 1530 ബാബർ മരിച്ചത്. 1530. 1526 ബാബർ ഡൽഹി ആക്രമിച്ച് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചു. എന്നിട്ട് 1530 ആയപ്പോൾ ബാബർ എന്ത് ചെയ്തു? ബാബർ അന്തരിച്ചു. ഡയഡ്. Then his son Humayun became the second മുഗൾ എംപറർ. അദ്ദേഹത്തിൻ്റെ പുത്രൻ ഹുമയൂൺ രണ്ടാമത്തെ മുഗൾ രാജാവായി ചക്രവർത്തിയായി ഭരണമേറ്റു. ദിസ് ടൈം ഈ സമയത്താണ് എന്താണ് ഷെർഖാൻ എന്ത് ചെയ്തു? ക്യാമ്പയിൻ ടു ഡൽഹിയിലേക്ക്
വരികയും ക്യാമ്പയിൻ ചെയ്യുകയും എന്ത് ചെയ്തു, ഡിഫീറ്റഡ് ഹുമയൂണിനെ ആക്രമിച്ച് ഒക്കെയും പരാജയപ്പെടുത്തുകയും. അത് 2 തവണ. ഹുമയൂൺ അറ്റ് ചൗസ ഇൻ 1539 ആൻഡ് കനൗജ് ഇൻ 1540. 39-ലും 40-ലും ഹുമയൂണിന് ഷെർഖാനിൽ നിന്നും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഹുമയൂൺ ഫോഴ്സിങ് ഹിം ടു ഫ്ലീ ടു ഇറാനിലേക്ക് പോകാൻ, ഒളിച്ചോടാൻ ഒരു നിർബന്ധിതനാകേണ്ടി വന്നു. ബട്ട് ഹുമയൂൺ റീക്യാപ്ചേർഡ് ഡൽഹി ഇൻ 1555. അതിനുശേഷം 1555-ൽ ഹുമയൂൺ ഡൽഹി റീക്യാപ്ചർ ചെയ്തു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സഫാവിദ് ഷായുടെ സഹായത്തോടെ ഡൽഹി റീക്യാപ്ചർ ചെയ്യുകയും ചെയ്തു. തുടർന്ന് ബട്ട് ഡൈഡ് സൂൺ ആഫ്റ്റർ, കുറച്ച് കാലത്തിന് ശേഷം എന്ത് ചെയ്തു, ഹുമയൂൺ മരിക്കുകയും ചെയ്തു.